25 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ. ജീവിതത്തിൽ എനിക്ക് ലൈറ്റ് ഇട്ട് വീടില്ല. അതുമല്ല ഇപ്പൊ ഈ വരുമാനത്തിൽ കറണ്ട് ചാർജ് അടയ്ക്കണ്ടേ. ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്നത് കൊണ്ടാണ് ഈ അമ്മ ഒരു മാസം അതും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാ. പട്ടിണിയില്ല, ഇവിടെ എനിക്ക് നല്ല മനുഷ്യരുണ്ട്. ഭക്ഷണം കഴിക്കാൻ മാത്രം വിളക്ക് കത്തിക്കും, അത് കഴിയുമ്പോൾ അണച്ചു പോയി കിടക്കും. ഇരുട്ടിലാണ് അമ്മയുടെ ജീവിതം. അതിനെനിക്ക് പ്രകാശമുള്ള ഭഗവാനുണ്ട്. ഞാൻ പ്രകാശമുള്ള ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ട് ഇരുട്ടെനിക്ക് പ്രശ്നമല്ല. എന്ന് ഈ മോളെ കാര്യം പ്രാർത്ഥിക്കും, പേരൊന്നും എനിക്ക് ഓർമ്മ വരില്ല. മുഖം ഒന്നും ഞാൻ പ്രാർത്ഥിക്കും. നല്ല ഇരുട്ടിൽ നിന്ന് അമ്മയ്ക്കൊരു പുതിയ ജീവിതം കിട്ടി, പ്രകാശം കിട്ടി ജീവിതത്തിൽ. എനിക്ക് വേണ്ടോണ്ട് ഇപ്പൊ യൗവനാണ് തിരിച്ചു വന്നത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു എനിക്കൊന്ന് ഓടി കളിക്കാൻ, പക്ഷെ ഇനി സാധ്യമല്ല. എന്താ സാധ്യമല്ല? ഓടാൻ പറ്റൂല, നടക്കാൻ പോലും. അതൊക്കെ നമ്മുടെ മനസ്സല്ലേ. ഓടി കളിക്കാൻ അമ്മ ചിന്തിച്ചോ? നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ ഇത്രയൊക്കെ കിട്ടുമോ നമ്മൾ ചിന്തിച്ചില്ലല്ലോ. അപ്പൊ ഇനി ജീവിതത്തിലും ഞാൻ ചിന്തിച്ചില്ല. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവരെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം. നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് അച്ഛനെയും അമ്മമാരെയും ഇതുപോലെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് പുറം ലോകത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് വേണ്ട സഹായങ്ങൾ മേടിച്ചു കൊടുക്കാനും പറ്റും. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മുടെ സൂമാരിയമ്മയെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുകയാണ്. അപ്പം കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജന കൂട്ടായ്മ, അതായത് പ്രവാസികളുമായിട്ട് ചേർന്നുകൊണ്ട് ആ ഭക്തജന കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുൻകൈ എടുത്തത്. അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സൂമാരിയമ്മയ്ക്ക് നമുക്ക് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ്. സന്തോഷമായോ? വളരെ സന്തോഷമായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല ലൈറ്റ് ഇട്ടൊരു വീട്ടിൽ താമസിക്കാനോ പിന്നെ ഒന്നും വിചാരിച്ചില്ല. ഇതെല്ലാം എൻ്റെ മഹാദേവൻ എന്തിനു തരണമെന്ന് എനിക്കറിയൂടെ. അത്ഭുതമാണ്, ലോക അത്ഭുതമാണ്. വില്ലേജ് മീഡിയ എന്ന സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു വാർത്തയെ തുടർന്നാണ് അമ്മയുടെ ഈ വെളിച്ചം ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. ശരിക്കും പീടിക ഭഗവതി ഭക്തജന കൂട്ടായ്മയും പ്രവാസി കൂട്ടായ്മയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപരി പുറത്തേക്ക് വലിയ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ഈ അമ്മയുടെ ഈ ദുരിതപൂർണമായ ജീവിതം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ കടന്നു വന്നത്. വീട് വൈദ്യുതീകരണം, അതുപോലെ അമ്മ ഒരു ആധ്യാത്മിക രംഗത്ത് താല്പര്യമുള്ളത് ആണെന്നറിഞ്ഞതുകൊണ്ട് രാമായണ മാസം പ്രമാണിച്ച് രാമായണവും, അതുപോലെ അമ്മയ്ക്ക് വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കാൻ കരവാളൂർ ദേവിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നൽകി. ഇനി മെത്ത അതുപോലുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള പലചരക്ക് ഇതൊക്കെ എത്തിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിലും അത് പരമാവധി ഇവിടെ എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നതാണ്. അതുപോലെ അമ്മയ്ക്ക് യാത്ര ചെയ്യുവാനെ കൊണ്ട് ദുർഘടം പിടിച്ച ഈ വഴി സേവാഭാരതിയുമായി ചേർന്ന് അത് വൃത്തിയാക്കാനുള്ള ഒരു പദ്ധതിയും കൂടെ, ഈ കാലാവസ്ഥ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ കൊണ്ടുള്ള ഒരു പദ്ധതിയും കൂടെ ഉണ്ട്. അതുപോലെ ഇത് പുറം ലോകത്തെത്തിച്ച ഈ വില്ലേജ് മീഡിയയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സൂമാരിയമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഈ സൂമാരിയമ്മ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20-25 വർഷങ്ങൾക്ക് മുമ്പ് കരവാളൂർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരികയും അവിടെ അന്ന് കുടുംബശ്രീ സംവിധാനത്തിലൂടെ ആശ്രയ പദ്ധതിയിൽ അംഗങ്ങളെ ചേർക്കുന്ന സമയത്താണ് സൂമാരിയമ്മ ഒറ്റപ്പെട്ട് ഇവിടെ ജീവിക്കുന്നതായിട്ടും ഈ കനാൽ പുറമ്പോക്കിൽ ഷെഡ് കെട്ടി കിടക്കുകയാണെന്നും അറിയുകയും അങ്ങനെ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ വന്ന് ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയും അതുപോലെ തന്നെ ഇവിടുത്തെ ആശാപ്രവർത്തകയും ഒക്കെ കൂടെ ചേർന്നാണ് ഈ ഒറ്റമുറി ഒരു വീട് അന്ന് നിർമ്മിച്ച് നൽകിയത്. ഇനിയും ഇങ്ങനത്തുള്ള ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തണം. ഞങ്ങളാ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പും തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പീഡിക പ്രമോദും സുരേഷും ഒക്കെ എൻ്റെ ഏറ്റവും മക്കളെ പോലെ സ്നേഹമുള്ള ആളുകളാണ്. അവരെല്ലാം ഇടപെട്ട് ഇങ്ങനത്തുള്ള ഒരു സംരംഭം, നല്ല കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനും മുൻകൈ എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം തന്നത് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് മീഡിയയുടെ വാർത്തയാണ്. തൊട്ടടുത്ത ഒരു വീട്ടിലൊരു വാർത്ത ചെയ്യാൻ വന്നപ്പോഴാണ് ഈ അമ്മയുടെ ദുരവസ്ഥ അറിയുന്നതും അതിനുശേഷം 25 വർഷമായി വെട്ടമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് കഴിയുന്ന വാർത്ത പുറംലോകം അറിയുന്നത്. ആ വാർത്ത ശരിക്കും കണ്ടെത്തിയ വില്ലേജ് മീഡിയയ്ക്കും അതിൻ്റെ അനീഷയ്ക്കും അതിൻ്റെ മറ്റെല്ലാവർക്കും
ഈ കരവാളൂരുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ നാടിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രം പ്രവാസി ഭക്തജന കൂട്ടായ്മയാണ് മുന്നിട്ട് വന്ന് ഈ അമ്മയ്ക്ക് ഈ വീട്ടിൽ വേണ്ട ആവശ്യങ്ങൾ, അതായത് ആദ്യം വീട് വൈദ്യുതീകരിക്കാനായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു, അതിൻ്റെ പൈസ അടച്ചു, ഒരു ആളെ കൊണ്ടുവന്ന് വയറിങ് ചെയ്യിച്ചു, അതെല്ലാം റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ കുറച്ച് വെളിയിലേക്ക് ഒരു തിണ്ണ പോലെ കെട്ടി അവിടെ ഷീറ്റിട്ട് കൊടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെപ്റ്റംബർ മാസം വരെയുള്ള ഈ അമ്മയുടെ ഭക്ഷണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ മണലിൽ കടയിൽ ഏർപ്പാട് ചെയ്തേക്കും, ഇരുവിൻ്റെ കടയിൽ ഏർപ്പാട് ചെയ്തേക്കുവാണ്. നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല വെളിച്ചം പകരാൻ അതിന് കാരണക്കാരായ വില്ലേജ് മീഡിയയ്ക്ക് ഒരിക്കൽ കൂടി എൻ്റെ നാടിൻ്റെ പേരിലുള്ള, ഈ കരവാളൂരിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എന്ന് ഈ മോളെ കാര്യം പ്രാർത്ഥിക്കും. പേരൊന്നും എനിക്ക് ഓർമ്മ വരില്ല. മുഖം ഒന്നും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ നാമം ജപിച്ചിട്ട് അവസാനം നിങ്ങളെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആരോഗ്യം സമ്പത്തും കൊടുക്കണം. ആരോഗ്യം ഉണ്ടെങ്കിൽ സമ്പത്തും ഉണ്ടാവും. അതുകൊണ്ട് പ്രധാനമായി എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത് ആരോഗ്യം കൊടുക്കണം. അപ്പോൾ പിന്നെ പറവുന്ന സമ്പത്ത് വരും. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല പൂക്കളായി വിടരട്ടെ നിങ്ങളുടെ ജീവിതം. ഇതുപോലെ നല്ല പൂക്കൾ വിരിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ലോകത്തിൽ അറിയും. ഈ അമ്മയുടെ അവസ്ഥ ഞാൻ പുറം ലോകത്തേക്ക് എത്തിച്ചപ്പം ഈ അമ്മയെ സഹായിക്കാനായിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിലെ പ്രവാസി ഭക്തജന കൂട്ടായ്മയാണ്. ഇനി നമുക്ക് നന്ദി പറയേണ്ടത് ഈ അമ്മയുടെ അവസ്ഥ നമ്മൾ വാർത്ത ചെയ്തപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി ഈ അമ്മയ്ക്ക് ഒരു കട്ടില് കൊണ്ടുകൊടുത്ത വാർഡ് മെമ്പർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ എല്ലാ നാട്ടുകാരുടെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ട്. ഈ അമ്മയ്ക്ക് നല്ലൊരു നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. അല്ലേ അമ്മേ? ഈ അമ്മ ഒരു ദിവസം പോലും ഇവിടെ പട്ടിണി കിടക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. ഓരോ ആൾക്കാരും ഈ അമ്മയെ സഹായിക്കാൻ ഓടിയത്. യഥാർത്ഥത്തിൽ ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാത്ത ഒരു അമ്മയാണ് യഥാർത്ഥ സുകുമാരിയമ്മ. എന്ത് വെച്ചാലും ചോറുണ്ട്, ഇതൊക്കെ മതി അക്കരെ, അങ്ങനെയാണ് ഈ ഒരു വാക്ക് ഈ അമ്മ പറയുന്നത്. ഈ അമ്മയുടെ ഇത് വില്ലേജ് മീഡിയ മുഖാന്തരം, പ്രിയപ്പെട്ട ജയചന്ദ്രൻ മുഖാന്തരം ഞാൻ ഈ കാര്യങ്ങൾ അറിയുകയും അന്ന് തന്നെ ഞാനും പ്രസിഡന്റും ലക്ഷ്മി മെമ്പറും ഒക്കെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ കട്ടില് ഇവിടെ അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ അവിടുന്ന് ചെന്ന് ചുമന്നുകൊണ്ട് വരാൻ തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഒരുപാട് സഹായങ്ങളുണ്ടായിരുന്നു. ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് കാറ്റൊക്കെ കൊള്ളാനേ ഞാനൊരു ഫാൻ മേടിച്ചുകൊണ്ട് തരാം അമ്മയ്ക്ക്. വലിയ ഫാൻ ഇവിടെ ഒക്കത്തില്ല, ഞാൻ നോക്കിയാൽ വലിയ ഫാൻ നോക്കിയാൽ ഒക്കെയല്ല, ഒരു ചെറിയ ഫാൻ മേടിച്ചുകൊണ്ട് തരാം അമ്മയ്ക്ക് കേട്ടോ. ഇല വേവിച്ചിട്ട് കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരുന്നാലും ഞാൻ എൻ്റെ ഭഗവാനിലൂടെ പറഞ്ഞത് പാലിക്കും. നിങ്ങളൂടെ പറയുന്നതല്ല, ആ ഭഗവാന്റെ നാമം അങ്ങനെ പാലിച്ചു പോണത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ വരത്തില്ല, എനിക്കറിയാം. ആ സത്യത്തിന്റെ മുമ്പ് നിങ്ങൾ വന്നു. ഭഗവാൻ എന്നെ പരീക്ഷിക്കുക. എന്താ വെച്ചാൽ ലോക സുഖം വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഓർമ്മ കൊണ്ടുവരുമ്പോ വേണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യില്ല. എൻ്റെ മഹാദേവ, എൻ്റെ സന്ധ്യക്ക് നാമം ചോദിച്ച ആദ്യം മഹാദേവന്റെ നാമം പറയുന്നത്, പിന്നെ മഹാദേവിയുടെ നാമം പറയും, പിന്നെ കൃഷ്ണന്റെ നാമം, പിന്നെ മഹാലക്ഷ്മിയുടെ നാമം, പിന്നെ കാളിയുടെ നാമം പറഞ്ഞാൽ ഞാൻ നിർത്തണത്. അപ്പൊ ആ സത്യവിശ്വാസിയായ 24 വർഷം കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഞാൻ ഇങ്ങനെ ജീവിക്കൂ. പിന്നെ വെട്ട എനിക്ക് ആവശ്യമാണ്. തന്നെ പൊന്നെ 100 നന്ദി. അല്ലാതെ ഈ ലോകസുഖങ്ങളൊന്നും വേണ്ട കുഞ്ഞ്.